പൊളിറ്റിക്കൽ എനിമീസ്, റിലീജിയസ് എനിമീസ്, കോമൺ എനിമീസ്. നമുക്ക് യുദ്ധമുണ്ട്, യുദ്ധമില്ലാതെയില്ല. എന്നാൽ യെരുശലേമിൽ ഒരു കല്ലറയ്ക്ക് മുമ്പിൽ ഈ പ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: ഹീ ഈസ് നോട്ട് ഹിയർ, ജീസസ് ക്രൈസ്റ്റ് ഈസ് റിസറക്റ്റഡ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് ദൈവവചനം. 100 പ്രതികൂലങ്ങളെ തരണം ചെയ്താണ് ദൈവവചനം വന്നത്. ലോക ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അനേക രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ ആയിരം ജയിലുകളും കാരാഗൃഹങ്ങളും കയറിയിറങ്ങിയതാണ് ദൈവത്തിൻ്റെ വചനം. ഇനി ഇത് ഒരിക്കലും പുറത്ത് കാണുകയില്ലെന്ന് ശപഥം ചെയ്ത സാമ്രാജ്യങ്ങൾ ഇന്ന് ഭൂമിയിലില്ല. അവരുടെ പേരാകട്ടെ, സിംഹാസനമാകട്ടെ, കസേരയാകട്ടെ, എന്തിനു പറയുന്നു, കുരണ്ടി പോലും കത്തിയെരിഞ്ഞ് ഈ ഭൂമിയിൽ. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്നും അതിശക്തമായി പ്രസംഗിക്കപ്പെടുകയാണ്. ആ വചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സത്യദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ജീവിക്കാൻ പഠിപ്പിക്കുന്ന വചനം, പരീക്ഷയെ ജയിക്കാൻ പഠിപ്പിക്കുന്ന വചനം, പരീക്ഷയിൽ എങ്ങനെ കടന്നു പോകണമെന്ന് പഠിപ്പിക്കുന്ന വചനം, ഏകാന്തതയുടെ നടുവിൽ ദൈവസ്നേഹത്തെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആരാധിക്കാൻ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഈ വചനമെല്ലാം നമ്മൾ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഒപ്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് 144 അധ്യായത്തിൻ്റെ 1 വാക്യമാണ്. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. യുദ്ധം പഠിപ്പിക്കുന്ന ഒരു ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാകട്ടെ, ദൈവം സ്നേഹിക്കുന്നവരാകട്ടെ, കളിക്കളത്തിലല്ല യുദ്ധക്കളത്തിലാണവർ. ലോകമെമ്പാടും ഇന്ന് നമ്മൾ യുദ്ധശ്രുതികൾ കേൾക്കുന്നു. ലോക ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ യുദ്ധങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ചരിത്രത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. അതിന് പലവിധ ആയുധങ്ങളും ഉപയോഗിച്ചതായി നാം കാണുന്നു. AK-47 ഹൈഡ്രജൻ ബോംബ്, മിറാജ് 2000, F-16 അന്തർവാഹിനി കപ്പൽ എന്ന് തുടങ്ങിയ ലോക ചരിത്രത്തിലെ കപ്പലുകളും പോർ വിമാനങ്ങളെല്ലാം ഉപയോഗിച്ച് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ ജഡീകമല്ല. ഫിലിപ്പയിലെ കൈസറയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് കർത്താവായ യേശു ക്രിസ്തു ഒരുമിച്ചിരിക്കുമ്പോൾ അവരോടൊരു ചോദ്യം ചോദിച്ചു: മനുഷ്യപുത്രൻ ആർ എന്നീ ജനം പറയുന്നു? ഞാൻ ആരെന്ന് ഈ ജനം പറയുന്നു? മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ അത് വിവരിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണ്. അവൻ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടു. സ്വർഗത്തിലെ ദൈവത്തോട് സമത്വം പിടിക്കാതെ മനുഷ്യനായി രൂപാന്തരപ്പെട്ടു, ദാസവേഷം എടുത്തു, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. കാൽവറി ക്രൂശിൽ നമുക്ക് ഒരു യാഗമായി തീർന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ 7 മുദ്രകളെയും പൊട്ടിച്ചെറിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവാണ് ശിഷ്യന്മാരോട് ഈ ചോദ്യം ചോദിച്ചത്. ലോകത്തെ എല്ലാ കല്ലറകളും ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ യെരുശലേമിൽ ഒരു കല്ലറയ്ക്ക് മുമ്പിൽ ഈ പ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: ഹീ ഈസ് നോട്ട് ഹിയർ, ജീസസ് ക്രൈസ്റ്റ് ഈസ് റിസറക്റ്റഡ്. യേശു ക്രിസ്തു ഇന്നും ഉയർത്ത് ജീവിക്കുന്നു. ലോകം കണ്ട അതിഭയങ്കര നേതാക്കന്മാരെല്ലാം മൺമറഞ്ഞു.
ലോകത്തിലെ ശാസ്ത്രീയരുമാകട്ടെ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരായ കാൾ മാർക്സും ലെനിനും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ടോൾസ്റ്റോയും ഷേക്സ്പിയറും എല്ലാം മൺമറഞ്ഞപ്പോൾ ഇന്നും ജീവിക്കുന്ന ഒരുവനെ ഈ ലോകത്തുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ചോദിച്ച ചോദ്യമാണ്, ഈ ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ആരെങ്കിലും എന്നെ വായിച്ച് സഹായിക്കുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബ്രയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്ര നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്ത് കോടിക്കോടി ജനതയുണ്ടെങ്കിലും അവർക്കാർക്കും ഇത് ഒരു അറിവായി തീർന്നില്ല. പത്രവാർത്തയിൽ നിന്നോ ബൈബിൾ കോളേജിൽ നിന്നോ ലോകത്തിൻ്റെ അറിവിൽ നിന്നോ നമുക്ക് ലഭിച്ചതല്ല ഈ ജ്ഞാനം. അതാണ് ദൈവം അവിടെ വ്യക്തമാക്കി വെളിപ്പെടുത്തുന്നത്. ദിസ് ഇസ് നോട്ട് എൻ ഇൻഫർമേഷൻ, ദിസ് ഇസ് എ റെവലേഷൻ. ആ റെവലേഷൻ ലഭിച്ചവർ ദൈവത്തെ ഒന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. ആ ജീവിക്കുന്ന ദൈവം ആരെന്ന് അറിയുവാൻ ദൈവം നമുക്ക് അറിയുവാൻ ഒരു അവസരം തന്നു. ഹി ഗേവ് us എ റെവലേഷൻ. എന്നാൽ അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അടുത്തത്, ദൈവം ആര് എന്ന് ചോദിച്ചതിന് ശേഷം കർത്താവ് പത്രോസിനോട് പറയുന്ന കാര്യം ഇതാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പം അവിടെ ഒരു യുദ്ധത്തിൻ്റെ ശ്രുതി നമ്മൾ കേൾക്കുന്നില്ലേ? ഒരു യുദ്ധം നമുക്ക് കാണുന്നില്ലേ? എന്തേ? ദൈവം ആരെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്നത്, പാതാള ഗോപുരം ഇതിനെ ജയിക്കയില്ല. 2000 വർഷം ആയി സഭയ്ക്കെതിരെ പോരാട്ടമുണ്ട്. സോഷ്യൽ എനിമീസ്, പൊളിറ്റിക്കൽ എനിമീസ്, റിലീജിയസ് എനിമീസ്, കോമൺ എനിമീസ്, ഇതെല്ലാം ഇന്നും ദൈവസഭയോട് ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയമാകട്ടെ സാമൂഹ്യമാകട്ടെ ഏത് തന്നെയാണെങ്കിലും ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് പൈശാചിക ശക്തി, അല്ലെങ്കിൽ ഡിമോണിക് പവർ. പലപ്പോഴും നാം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തികളെ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത്, നമ്മുടെ യുദ്ധം ജഡീകമല്ല, നമ്മുടെ യുദ്ധം ജഡീകമല്ല. പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ നാം. വായിക്കാം എഫേസ്യരുടെ പുസ്തകം 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. എഫേസ്യരുടെ പുസ്തകം 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോഹങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അവിടെ ഒരു പ്രത്യേക കാര്യം ദൈവം പറഞ്ഞു. നമ്മുടെ ആയുധം എന്താ? ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവിൻ. അല്ലേ? നമുക്ക് യുദ്ധമുള്ളത് വീട്ടുകാരോടല്ല, അമ്മയപ്പന്മാരും മക്കളും തമ്മിലല്ല, അമ്മായിമ്മയും മരുമക്കളും തല്ലല്ല, സഭയിലല്ല. പലപ്പോഴും നമ്മൾ വ്യക്തികളെ കണ്ടാടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ സർവായുധം ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന്. പിശാച് പലപ്പോഴും മനുഷ്യരെ ഒരു ഏജൻ്റായി ഉപയോഗിക്കുന്നെന്ന് മാത്രം. പലപ്പോഴും നമ്മൾ അതിന് ഒരു കാരണഭൂതമായി തീരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സർവശക്തനായ ദൈവം ആരാണ്, അവൻ നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് യുദ്ധമുണ്ട്, യുദ്ധമില്ലാതെയില്ല. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
യേശുക്രിസ്തു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്തു അല്ലേ. കാറ്റ്, അവിടെ വെള്ളം കയറിയായിട്ട് നാം കാണുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെയുള്ള വാക്യത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതേസമയം ഈ കോളും കാറ്റും എല്ലാം അടിച്ച് പടകിളകുമ്പോഴും ഒരാൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുക. ആരാ? അമരത്ത് കർത്താവായ യേശു ക്രിസ്തു. ശിഷ്യന്മാർ നിലവിളിക്കുക. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന 4 കാര്യങ്ങളാണ്. അത് എഴുതിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ വിസിബിളായിട്ടുള്ള കാര്യമാണ്. ഇളകി മറിയുന്ന കടൽ, അടിച്ചു കയറുന്ന തിരമാല, ആടി ഉലയുന്ന പടക്, നിലവിളിക്കുന്ന ശിഷ്യന്മാർ. 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 ശക്തികളാണ് അവൾ ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നത്. ഇളകി മറിയുന്ന കടൽ, അടിച്ചു കയറുന്ന തിരമാല, ആടി ഉലയുന്ന പടക്, നിലവിളിക്കുന്ന ശിഷ്യന്മാർ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് സാക്ഷിക്കുന്നത് കാറ്റിനെയാണ് അല്ലേ. അത് കാറ്റ് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അദൃശ്യമായ ശക്തി. ദൃശ്യമായ 4 വിസിബിൾ കാര്യങ്ങൾ നിൽക്കുമ്പോഴും അദൃശ്യമായ ഒരു ശക്തിയാണ് ദൈവം ശാസിക്കുന്നത്. അതോടുകൂടി കടൽ ശാന്തമായി. നിങ്ങളും ഞാനും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ശത്രു അല്ല യഥാർത്ഥ ശത്രു. മറഞ്ഞിരുന്നിട്ട് കാണാൻ കഴിയുന്നവരെ നമുക്കെതിരെ ഇളക്കിവിടുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ കാറ്റാണ് ഏതെന്ന് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാകട്ടെ, കുടുംബത്തിലെ പ്രശ്നമാകട്ടെ, സാമ്പത്തിക പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നം തന്നെ ആയാലും നാം ഒരു കാര്യം തിരിച്ചറിയണം: ഇതിൻ്റെ പിന്നിലെ ശക്തി ഏതാണ്. ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നാം പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ യുദ്ധം ജയിക്കാൻ കഴിയുന്നത്. എഫേസ്യർ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ബാക്കി 18 വരെയും കൂടെ നമുക്ക് വായിക്കാം. ആദ്യമേ 13ഉം 14. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്ത് കൊള്ളുവിൻ. എന്താ ചെയ്യേണ്ടത്? എതിർത്തും നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ സർവായുധം ധരിക്കണം. ലോകമെമ്പാടും നാം നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ബഡ്ജറ്റിൽ വരുത്തിയിരിക്കുന്ന ലോകരാജ്യങ്ങൾ. എന്തിനാ? ആയുധം മേടിക്കാൻ. അതുകൊണ്ടാണല്ലോ റഫേലൊക്കെ നമ്മൾ ഫ്രാൻസിൽ നിന്നൊക്കെ മേടിക്കുന്നത്, കോടിക്കണക്കിന്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ആയുധം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന്. എന്താണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം? വായിക്കാം 14. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. അതെ, എന്താ ചെയ്യേണ്ടത്? സത്യം നാം കെട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ അരയ്ക്ക് അത് മുറുകെ കിട്ടണം. സത്യം വിട്ടിട്ട് ഒരു കളിയും ദൈവത്തിനില്ല. സത്യം നമ്മുടെ അരയ്ക്ക് മുറുകെ കെട്ടിയിരിക്കണം. നീതി എന്ന കവചം ധരിച്ചും. അടുത്തതെന്താ? റൈച്ചസ്നസ്. സത്യം അരയ്ക്ക് മുറുകിക്കെട്ടണം. നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയുമ്പോഴൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം. അപ്പം ദുഷ്ടൻ അമ്പ് നമ്മുടെ നേരെ എയ്യും അല്ലേ. അതിനെ തരണം ചെയ്യണമെങ്കിൽ, അത് പരിചയമായി നിൽക്കണമെങ്കിൽ വിശ്വാസം വേണം. ഇപ്പം വീണ്ടും വരുന്നുണ്ട് കൊറോണ അല്ലേ. അപ്പം എന്താ പറയുന്നത്? ശ്വാസം നോക്കണം അല്ലേ. ഏത് വൈറസും വരട്ടെ, ശ്വാസം ഇല്ലേലും വിശ്വാസം കാത്തുകൊള്ളണം. വിശ്വാസം കാത്തുകൊണ്ടാൽ നാം എത്തേണ്ടിടത്ത് എത്തിക്കൊള്ളും. അതുകൊണ്ട് കൊറോണയെ പറ്റി നാം ഭാരപ്പെടേണ്ട. വിശ്വാസം കാക്കുന്നവരായി നാം ജീവിക്കണം. കഴിയുമെങ്കിൽ എല്ലാവരും ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13, 14, 15, 16 വാക്യങ്ങൾ കാണാതെ പഠിക്കുക. കാരണം ഇതാണ് നമ്മുടെ പോരിനുള്ള ആയുധം. ഈ സർവായുധം ധരിക്കാതെ നമ്മൾക്കാർക്കും ഈ ലോകത്തിൽ ജീവരക്ഷയില്ല. ഇത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ നാം ഓരോരുത്തരും അത് അറിഞ്ഞിരിക്കും. യുദ്ധം പഠിപ്പിക്കുന്നത് 2 ഗ്രൂപ്പായിട്ടാണ് ദൈവം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 1ഉം 2ഉം വാക്ക് ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 1ഉം 2ഉം വാക്ക്.
കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനൊക്കെയും പരീക്ഷിക്കേണ്ടതിന് യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറയെ യുദ്ധം അഭ്യസിക്കേണ്ടതിനുമായി യഹോവ വച്ചിരിക്കുന്ന ജാതികളാണ് ഇത്. അവിടെ രണ്ട് കൂട്ടരെയാണ് ദൈവം കാണുന്നത്. ആരാ? യുദ്ധം അറിയാവുന്ന അപ്പനമ്മമാരെ പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിയാത്ത പുതിയ തലമുറയെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനും. അപ്പം രണ്ട് കൂട്ടരുണ്ട്. മാതാപിതാക്കന്മാരെ പരീക്ഷിക്കും ദൈവം, യുദ്ധം അറിയാത്ത തലമുറയെ യുദ്ധം അഭ്യസിപ്പിക്കുകയും ചെയ്യും. ഒരു യൂണിവേഴ്സൽ ഫിയറാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളത്. രാജ്യങ്ങളോട് എതിർക്കുന്നു, അകത്തും പുറത്തും യുദ്ധം. എവിടെ ഒരു യുദ്ധത്തിൻ്റെ ഭീഷണിയാണ്. വെറും 48 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂർ കൊണ്ട് ചെങ്കടൽ കടക്കാതെ ഇസ്രായേൽ ജനത്തിന് കാനാനിലെത്താമായിരുന്നു. പക്ഷേ അവരെ 40 വർഷം കൊണ്ടാണ് കർത്താവ് കാനാൻ പ്രദേശത്തെത്തിച്ചത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങളതെല്ലാം വായിച്ചു നോക്കുക. അതുകൊണ്ട് കനാന്യർ, ഫെലിസ്ത്യർ, യെബൂസ്യർ, അമോനിയർ എന്ന് പറയുന്ന എല്ലാ ജാതികളോടും യുദ്ധം ചെയ്യേണ്ടി വന്നു. ആർക്കാ? ഇസ്രായേൽ മക്കൾക്ക്. എന്തിനാ? യുദ്ധം പഠിപ്പിക്കേണ്ടതിന്. എന്തിനാ? പുതിയ തലമുറയും പഠിക്കണം ദൈവത്തിൻ്റെ യുദ്ധം. അതുകൊണ്ട് ദൈവം അവരെ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചു. ഇനി വേറൊരു ഭാഗം നമ്മളെല്ലാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരു 10 വർഷം മുമ്പ് ഒരു 80 വയസ്സിന് മേലുള്ളവരായിരുന്നു സഭയിലെ നേതൃത്വങ്ങൾ കൂടുതൽ കൊടുത്തത് മൂപ്പന്മാരായിട്ട്. ശുശ്രൂഷകൾക്ക് പലപ്പോഴും അവരായിരുന്നു നേതൃത്വം. ഇന്ന് നമ്മൾ കാണുന്നത് 60 വയസ്സും അതിൻ്റെ മേലെയുമുള്ളവർ ആണ് സഭയുടെ എല്ലാ ശുശ്രൂഷകളും. ഏത് സ്ഥാപനത്തിൻ്റെ നോക്കിയാലും അറിവും പരിചയം നോക്കി നമ്മൾ അവരെ ശുശ്രൂഷകൾക്കായി ഏൽപ്പിക്കുന്നു. എന്നാൽ ദൈവം നമ്മളെ ഇപ്പം വായിച്ച് കേൾപ്പിച്ച ഭാഗം പോലെ നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ യുദ്ധം പഠിപ്പിക്കുന്നുണ്ടോ? തലമുറയെ യുദ്ധം പഠിപ്പിക്കണം. ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ പഠിപ്പിച്ച വീണ്ടും വീണ്ടും അടുത്ത തലമുറകളിലേക്ക് കൈമാറുവാൻ നാം അടുത്ത തലമുറയെ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് ഉയർത്തുക തന്നെ വേണം. അതാണ് ഒരു സഭയുടെ നട്ടെല്ലായി മാറുന്നത്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കെൻസസ് ഉണർവും പെൻസിക്കോള ഉണർവും വെയിൽസിലെ ഉണർവിലെല്ലാം ദൈവം അതിശക്തമായ ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചു. അതിശക്തമായ ഉണർവും കണ്ടു. പക്ഷേ ആ ഉണർവുകളെല്ലാം കെട്ടഴിഞ്ഞു. കാരണം അവർ അടുത്ത തലമുറയെ ആ ഉണർവിനായി എഴുന്നേൽപ്പിച്ചില്ല എന്നതാണ്. അത് നമുക്കൊരു പാഠമായിരിക്കണം. അടുത്ത തലമുറയെ ഉണർവിന് കൊണ്ടുവരേണ്ടത് നമ്മുടെ പ്രധാന ദൗത്യമാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8, 9, 10. രഫീദിയിൽ വെച്ച് അമേലേക്ക് വന്ന ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിന്മേൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശ തൻ്റെ കാലശേഷം വരാൻ പോകുന്ന പുതിയ തലമുറയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളതായിരുന്നു. മോശ ചെയ്തത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. യോശുവയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തു. സൂര്യനെ നിർത്തുന്ന യോശുവ, ചന്ദ്രനെ വാക്കുകൊണ്ടും അധികാരം കൊണ്ടും നിർത്തുന്ന യോശുവ. ഇസ്രായേലിൽ നല്ല യുദ്ധപരിചയമുള്ള വ്യക്തിയാണ്. ആര്? മോശ. ഒട്ടും പിന്നിലല്ലാത്ത അഹരോനുമുണ്ട്, കൂടെ നിൽക്കാൻ ഹൂരും. നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ല മോശ യോശുവയെ തിരഞ്ഞെടുത്തത്. എന്തിനാ? യുദ്ധം അഭ്യസിപ്പിക്കാൻ. അതുകൊണ്ട് അത് നമുക്ക് വ്യക്തമായ ദൂതാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അവസരം കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കുക തന്നെ വേണം.
പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന സഭയാക്കി നമ്മൾ നമ്മുടെ സഭയെ തീർക്കണമെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളവരെ മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ ആരാധനയുണ്ടെങ്കിൽ അത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ആ യുദ്ധം അവരും അഭ്യസിക്കും. അവരൊരിക്കലും പിന്മാറിപ്പോകുകയില്ല. സൺഡേ സ്കൂളിൽ വരുന്ന 2 മണിക്കൂറുള്ള ക്ലാസ് അല്ല ദൈവവചനം. ഒരു കാര്യം നമ്മൾ ഉറപ്പായി ചെയ്തിരിക്കണം, സൺഡേ സ്കൂൾ കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനയുടെ ഭാഗമായി തീരണം. അവർ ദൈവവചനം കേൾക്കണം. ഏത് തന്നെയാകട്ടെ സഭയുടെ അംഗങ്ങളായി തീരണം. അവർ ദൈവവചനവും ആരാധനയുടെയും പാർട്ടാകുമ്പോൾ മാത്രമേ അവർ സഭയുടെ അംഗത്വത്തിൽ പൂർണ്ണമായി ഇഴകിച്ചേരുകയുള്ളൂ. അത് നാം ഒരു കാലത്തും മറന്നു പോകരുത്. അബ്രഹാം കുഴിച്ച കിണർ ഫെലിസ്ത്യർ മൂടി. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ലും എഴുതിയിട്ടുണ്ട്. എന്നാൽ മൂടിയ കിണർ ഐസക്ക് വീണ്ടും കുഴിച്ചു. അബ്രഹാം മരിച്ചു, അതോട് കിണർ മൂടിക്കിടക്കട്ടെ എന്നല്ല കരുതിയത്. ഐസക്ക് അത് വീണ്ടും, പുതിയ തലമുറ വീണ്ടും കുഴിച്ചു. അങ്ങനെ കിണർ കുഴിക്കുന്നവരായി തന്നെ പുതിയ തലമുറ തീരണം. ഒരു കൺക്ലൂഷനായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യം നമ്മുടെ അകത്ത് ജയം പ്രാപിക്കണം. അകത്ത് നമുക്ക് പോരാട്ടമുണ്ട്. റോമർ 7:8 പറയുന്നു, പൗലോസ് അവിടെ പറയുന്നു, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ അകത്ത് ഒരു പോരാട്ടമുണ്ട്. പലപ്പോഴും നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടം അതിന് വേണം. പോരാട്ടമില്ലാതെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ നമുക്ക് കഴിയില്ല. ഗലേഷ്യൻസ് 2:20 പറയുന്നു, ഐ ആം നോട്ട് ലിവിങ് ഇൻ മീ, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഐ എം നോട്ട് ലിവിങ് ഇൻ മീ, ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. എൻ്റെ അകത്തെ മനുഷ്യനെ ഞാൻ ക്രൂശിച്ചു. അതിനാൽ ഞാൻ ജഡത്തെ ജയിച്ചു. എൻ്റെ ലോകചിന്തകളെ, പാപചിന്തകളെ ജയിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഗലേഷ്യൻസ് 5:24 പറയുന്നു, അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടി ഞാൻ എൻ്റെ ജഡത്തെ ക്രൂശിച്ചു. പാപത്തിൽ ഞാൻ ജയം നേടി. ക്രിസ്തുവിൽ ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ആത്മീയ നിലയിൽ ദർ ഇസ് നോ കോംപ്രമൈസ്. നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം. ആത്മീയ ജീവിതത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. പിശാചിനെ ജയിക്കണമെങ്കിൽ ദൈവം നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിന് നാം സന്നിധരായിരിക്കണം. സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പോരാളികളായി നാം തീരണം. സത്യദൈവത്തിൻ്റെ വചനത്തോട് പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികൾ മേലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒരു ശക്തമായ പോരാട്ടമായി തീരണം. അതുകൊണ്ട് റോമർ 8:1 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, കാരണം അവർ ജയം നേടി. റോമർ 6:14 പറയുന്നു, ലോകം എനിക്ക് മുമ്പാകെ ക്രൂശിക്കപ്പെടുന്നു, അതാണ് നാം ജീവിക്കുന്ന ജയം. വചനത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും നാം ഗ്രഹിച്ചു വേണം നാം ജീവിതത്തിൽ ജയാളികളായി തീരാൻ. എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന മോഹങ്ങൾ, ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ജഡിക ചിന്തകൾക്ക് മേലെ നാം ഒരു ജയം പ്രാപിക്കണം. അതിന് നാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ആ ജയജീവിതം നയിക്കാൻ കഴിയുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. അതിൽ 65 പുസ്തകവും എങ്ങനെ ജീവിക്കണം, എങ്ങനെ പരീക്ഷ നേടണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ പോരാടണം എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം നമ്മളുടെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും അധ്യായം വായിക്കുമ്പോൾ പഠിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ വെള്ളവസ്ത്രം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ അവൻ ഉദയ നക്ഷത്രം നൽകും, ജയിക്കുന്നവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നായിരിക്കണം. ആ ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവിനോട് ഒത്ത് വെണ്മ വസ്ത്രം ധരിച്ചവരായി ഒരു ഉദയ നക്ഷത്രമായി നാം ഓരോരുത്തരും തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.